നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി ഒരു തീരുമാനം എടുത്തു. കാരണം സുധീഷ് വളരെ മോശമായിട്ട് നിധിയോട് പെരുമാറുന്നൊരു ചിന്ത നിധിയുടെ മനസ്സിൽ വരുന്നുണ്ട്. സുധീഷ് കുടിച്ചിട്ട് വന്നിട്ട് നിധിയോടൊപ്പം കയറി കിടക്കുന്നുണ്ട്. നിധിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് ജോലി സ്ഥലത്ത് ചെന്നെങ്കിൽ നിധിയുടെ മനസ്സ് നിറയും ആ ഒരു കാര്യങ്ങളായിരുന്നു. സുഭാഷൊക്കെ കുറെ സോറ് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിധിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് കാര്യങ്ങൾ തിരക്കുവാണ്, ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്നാലും കുറെ സമയം കഴിഞ്ഞപ്പം നിധി അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റൽ റൂമുണ്ടോ? എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാനാന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ ഞാൻ വാർഡനുമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. അല്ല പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കിട്ടുമെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം നിധിയെയും കൂട്ടിക്കൊണ്ട്, നിധിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് ജോലി സ്ഥലത്ത് ചെന്നതിന് ശേഷമുള്ള, അങ്ങനെ ഹോസ്റ്റലിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം റൂം വേക്കൻ്റ് ഒക്കെ ഉണ്ട്. റൂമിൻ്റെ ക്യാഷൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം നിധിക്ക് ഓക്കെയാണ്. ഒരു മാസം 10,000 രൂപ, ഒരു ഒറ്റ റൂമാണ് 10,000 രൂപ, അല്ലെങ്കിൽ രണ്ടുപേര് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ 7,000 രൂപയാവും. നിധി ഓക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ 3 മാസത്തെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. അപ്പം നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത്രയും പൈസ നിധിയുടെ ഇല്ല. ഒടുവിൽ നിധി പറഞ്ഞു, അത്രയും പൈസ എൻ്റെ ഇല്ലയെന്ന് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞ് 1 മാസത്തെ ഫീസ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നിധിയുടെ അതുപോലും ഇല്ലായിരുന്നു. പകുതി പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ വാർഡൻ സമ്മതിച്ചില്ല. ഒടുവിൽ നിധിയുടെ ഫ്രണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നിധി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് നിധിയുടെ ഫ്രണ്ട് സംസാരിച്ചു. അങ്ങനെ പകുതി എമൗണ്ട് കൊടുത്തിട്ട് നിധി അവിടെ അഡ്മിഷൻ എടുക്കുകയാണ്. അതിനുശേഷം നിധി വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോഴേക്കുമാണ് സുഭാഷിന്റെ വരവ്. സുഭാഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു സുഭാഷിനോട്. കാരണം ഇനിയിപ്പം ലോക്കൽ ഗാർഡിനെ വിളിച്ചുകൊണ്ട് വേണം ചെല്ലാനായിട്ട്. സുഭാഷിനോട് കാര്യം പറഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീടാണ് നികേഷൊക്കെ ഈ കാര്യങ്ങൾ അറിയണേ. നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം അങ്ങനെ സുധീഷ് കാണിച്ചുകൊണ്ടാണ് നിധി പോകുന്നതെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായതാണ്. തെറ്റ് പറയാൻ പറ്റില്ല നിധിയെ. നിധിക്ക് ഭയമായി. ഇനിയിപ്പം ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ സുധീഷ് ഇനി അങ്ങനെ എന്തേലും ചെയ്യുമോന്ന്. സുധീഷ് കുറെ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ. പക്ഷേ എങ്കിൽ നിധി അത് ഉൾക്കൊണ്ടില്ല. തെറ്റ് ചെയ്തിട്ട് പിന്നെ സോറി പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊരു ചിന്താഗതിയായിരുന്നു നിധിയുടെ മനസ്സിൽ. സുഭാഷ് എതിർക്കാൻ പോയില്ല. നിധി പോവാണെങ്കിൽ ഹോസ്റ്റലിൽ പോവാണെങ്കിൽ എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. തെറ്റ് തങ്ങളുടെ ഭാഗത്താണല്ലോ. ഒടുവിൽ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വരുന്നത്. സുധീഷ് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണേ. നിധി ഹോസ്റ്റലിലേക്ക് പോവാന്ന്. സുധീഷിന്റെ കോളറിന് കയറി നികേഷ് പിടിച്ചു. എല്ലാ സുധീഷ് ചേട്ടൻ കാരണമാണ് നിധി അടുത്ത് ഈ വീട് വിട്ടു പോകുന്ന അറിയാവോ? സുധീഷ് ചേട്ടന് നാണമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന എല്ലാം പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് സുധീഷ് നിധിയുടെ കയ്യെ കാലെ വീഴുന്നുണ്ട്. നിധി പ്ലീസ് നിധി പോവരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്ന്. പക്ഷെ നിധി സമ്മതിച്ചില്ല. ഒടുവിൽ എല്ലാവരുടെയും യാത്ര പറഞ്ഞ്, സുധീഷിനോട് മാത്രം പറഞ്ഞില്ല, ഹരീഷിനോടും ഭാസ്കരനോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് രാത്രിക്ക് ആവറായി. അപ്പോഴാണ് നിധി പോകുന്നത്. അപ്പം നിധിയെ കൊണ്ടുപോയാക്കാനായിട്ട് സുഭാഷും കൂടെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ നിധിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നികേഷ് ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ. നിധി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്ന് സുഭാഷ് ലോക്കൽ ഗാർഡിയൻ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന സൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് പകുതി പൈസ കൊടുത്തിട്ടുള്ളതെന്ന്. ബാക്കി എമൗണ്ടൊക്കെ സുഭാഷ് തന്നെ കൊടുത്തു. സുഭാഷും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം അവിടെ താമസിച്ചല്ലേ, പെട്ടെന്ന് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വിഷമം. സുഭാഷിനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സുഭാഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ രാത്രിയിൽ ആർക്കും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിധിക്കാണേലും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. വീടിനെക്കുറിച്ചുള്ള ചിന്തകളാ. നികേഷ് ആണെങ്കിൽ സുഭാഷിനോട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. സുധീഷിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സുധീഷ് പോയി ഭാസ്കരനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒറ്റയൊരുത്തം കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്നെ അവള് സഹോദരനായിട്ട് കാണുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതുകൊണ്ട് എനിക്ക് അവളുടെ അടുത്ത് പോയി കിടക്കേണ്ട വന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അവളുടെ അടുത്ത് പോയി കിടന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തിരി ബിയർ അടിച്ചുകൊണ്ട് നനച്ച് ഫിറ്റ് ഉണ്ടായിരുന്നു. ഫിറ്റ് ആയതുകൊണ്ട് അവളുടെ അടുത്ത് പോയി കിടന്നേ. എല്ലാത്തിനും കാരണം നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ. എൻ്റെ ഭാര്യയാണ് അവളൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പോയി കിടന്ന ആ മദ്യലഹരി ചെയ്ത എല്ലാത്തിനും കാരണം നിങ്ങൾ ഒരുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനോട് ദേഷ്യപ്പെടുകയാണ്. ഭാസ്കരൻ സുധീഷിനെ ചീത്ത പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് നിന്നോടാരാ പോയി പറഞ്ഞേ മദ്യപിച്ചിട്ട് അവളുടെ അടുത്ത് പോയി കിടക്കാൻ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ കുറെ ചീത്ത പറഞ്ഞു സുധീഷിനെ. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ നിധി ജനലിൽ കൂടെ താഴേക്ക് നോക്കും. ഭാസ്കരൻ അവിടെ വന്ന് നിൽക്കുന്നു.
ഇതെന്താ ഇത്ര നേരത്തെ അച്ഛൻ വന്നിരിക്കുന്നത്? പെട്ടെന്ന് നിധി താഴേക്ക് ഇറങ്ങുന്നു. എന്താ അച്ഛാ, അച്ഛനെന്താ ഇത്ര രാവിലെ അച്ഛൻ എഴുന്നേക്കുന്ന പോലും അല്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് മോളെ ഒന്ന് കാണണം, സംസാരിക്കണമായിരുന്നു പറഞ്ഞു. അതേ അച്ഛാ, അകത്തേക്ക് അലൗഡല്ല, ലേഡീസ് ഹോസ്റ്റലാണ്. അത് സാരമില്ല, ഇവിടെ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഭാസ്കരൻ പറയണത്, അതെ സുധീഷിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ അവനെ പ്രകോപിപ്പിച്ച ഞാനാണ്, അതുകൊണ്ടാണ് അവനെ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ സുധീഷിന് വേണ്ടിയിട്ട് ആരും പിന്നെ ഒത്താശ പാടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. സുധീഷിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അതുകൊണ്ടാണ് അച്ഛൻ ഞാനിവിടുന്ന് പോന്നതെന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, മോളെ തെറ്റൻ്റെ ഭാഗത്താ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, മോൾ അങ്ങോട്ട് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞു. പറ്റില്ല അച്ഛാ, എനിക്ക് എന്താണല്ലോ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, കാരണം ഇനി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സുധീഷ് ഇങ്ങനെ പെരുമാറില്ലെന്ന് ആര് കണ്ടു? താലി കെട്ടിയതിൻ്റെ ബലത്തിൽ എൻ്റെ കൂടെ കയറി കിടന്നില്ലേ, അപ്പം എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോട്ടെ മോളെ, ഞാൻ കാരണമല്ലേ, സാരില്ല അച്ഛാ, അച്ഛൻ പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ തിരികെ പറഞ്ഞു വിട്ടു. ഭാസ്കരൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് ഭാസ്കരനോട് ചൂടാവുകയാണ്. എല്ലാത്തിനും കാരണം അച്ഛനാണ്, അച്ഛൻ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ്, അതുകൊണ്ടല്ലേ അവൻ എങ്ങനെയൊക്കെ ചെയ്തേ. അല്ലെങ്കിലും അതെ, ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് ഈ കുടുംബത്തിലൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, വന്ന് കയറിയ പെണ്ണിനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരനോട് കുറേ ചീത്ത പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് വന്ന് ഇടയ്ക്കിലേക്ക് കയറി. സുഭാഷ് പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയൊരു വഴക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് ഒരു കാര്യം തീരുമാനിച്ചു, നിധിയെ ഹോസ്റ്റലിൽ പോയി കാണണം, എങ്ങനെയും കണ്ട് സോറി പറഞ്ഞ് തിരികെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെ ഒടുവിൽ നിധിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ പോയി താഴെ പോയി വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ നിധി വന്നു കഴിഞ്ഞപ്പോൾ നിധിയോട് സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ നിധി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഓഫീസിന് മുന്നിൽ വന്ന് നിന്നു. നിധി ജോലി കഴിയുന്നോടം വരെ അവിടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് നിധിയെ വിളിച്ചിട്ട് നിധി കോള് കട്ട് ചെയ്ത് വിടുകയോ ചെയ്തേ. ഫോണിനകത്തേക്ക് കുറേ സോറി മെസ്സേജൊക്കെ അയച്ചു. പക്ഷെ അതൊന്നും നിധി മൈൻഡ് ചെയ്തില്ല. നിധിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. സുധീഷിൻ്റെ സോറി ഒന്നും ഉൾക്കൊള്ളാൻ നിധി തയ്യാറായതുമില്ല. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ നിധി ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷ് വീണ്ടും ഹോസ്റ്റലിന് താഴെ ആ ഗേറ്റിന് പുറത്തു വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അകത്തേക്ക്. ഒടുവിൽ ഫ്രണ്ട്സൊക്കെ നിധിയോട് ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. നിധിക്ക് എന്തോ മറുപടി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചു, അല്ല ഇത് നിന്റെ റിലേറ്റീവ് എന്നല്ലേ പറഞ്ഞേ, എന്തിനാ പുള്ളിക്കാരെ സോറി പറഞ്ഞുകൊണ്ട് വരുന്നേ, കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിധിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഒടുവിൽ സുധീഷിൻ്റെ അടുത്ത് വന്ന ഒരു കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ ഞാനിവളും തമ്മിലൊന്ന് പിണങ്ങി, ഇവളോട് ഞാൻ സോറി പറഞ്ഞിട്ട് ഇവിടെ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇത്രയും സോറിയൊക്കെ പറഞ്ഞല്ലേ, ഇനി അതങ്ങ് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ഇതിൻ്റെ കാര്യകാരണ സാധ്യത എന്താന്ന്. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന റിലേറ്റീവാ, തൻ്റെ കഴുത്തിൽ താടി ആർത്തിയ ആളാന്നുള്ള കാര്യങ്ങളൊന്നും നിധി പറഞ്ഞതുമില്ല. ഈ സമയത്ത് ഭാസ്കരനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. താൻ കാരണമാണോ ഇനിയിപ്പോൾ അവള് വീട് വിട്ടു പോയത്, താൻ അങ്ങനെയൊന്നും സുധീഷിനോട് പറയണ്ട എന്നൊരു ചിന്ത, പറയേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത ഭാസ്കരൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിൽ നികേഷിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിധി വീട്ടിലില്ലാത്തതുകൊണ്ട് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സുധീഷ് ഹരീഷും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വീണ്ടും തുടങ്ങി. കാരണം ഈ പേരും പറഞ്ഞുകൊണ്ടായിരുന്നു, നീ ഒറ്റൊരുത്തം കാരണം നിധി അടുത്ത് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിന് ദേഷ്യം വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ടിരുന്നു. സുഭാഷ് അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനും ദേഷ്യം വന്നു. കുറേ ചീത്ത പറഞ്ഞു രണ്ടുപേരെ. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നികേഷിന് ഭയങ്കര പനി. ഇതിനു മുമ്പ് പനി വന്നു കഴിഞ്ഞപ്പം നിധിയാണ് നോക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ജോലിക്ക് പോകാനായിട്ട് സുഭാഷ് റെഡിയായതുമില്ല. സുഭാഷിനോട് നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം അവനെ എന്നൊക്കെ പറഞ്ഞു. എടാ നീ നോക്കൂലോ അല്ലേ, കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം, ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നികേഷിനെ സുധീഷിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് സുഭാഷ് പോകുന്നത്. സുഭാഷ് ചെന്ന് കഴിഞ്ഞിട്ട് നിധിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ, സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം മാത്രം ഇത്ര പ്രശ്നമുള്ളൂ, ഫുഡ് നല്ല ഫുഡൊന്നുമല്ല, അത്ര നല്ല ഫുഡൊന്നുമല്ല. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷിനും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സുഭാഷ് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഇറങ്ങിപ്പോയി. നികേഷ് തന്നെയായിരുന്നു വീട്ടിൽ. കുറച്ച് കഴിയുമ്പോഴത്തേനും നികേഷിന് ഭയങ്കരമായിട്ട് പനി കൂടി. പക്ഷെ ആരും അടുത്തുണ്ടായിരുന്നില്ല, ശുശ്രൂഷിക്കാനോ മരുന്നെടുത്തു കൊടുക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. സുഭാഷ് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും പനിച്ച് വിറച്ച് കിടക്കുന്ന നികേഷിനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനെ സഹിച്ചില്ല. പെട്ടെന്ന് തന്നെ സുഭാഷ് നെറ്റിയ തുണിയൊക്കെ ഇട്ട് മരുന്നൊക്കെ എടുത്തു കൊടുത്ത് ആഹാരമൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചില്ല, ആഹാരം ഒന്നും കഴിച്ചതുപോലുമില്ല. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വരുന്നേ. സുധീഷിനെ കുറേ ചീത്ത പറഞ്ഞു ഹരീഷും
സുഭാഷും കൂടെ ചേർന്നിട്ട്. സുഭാഷോട് നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അതിന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യണ്ടേ. ഒന്നും അല്ലെങ്കിലും നിന്റെ അനുജനല്ലടാ, നീ എതിലോടെ തെണ്ടാൻ പോയതായിരുന്നു, രാവിലെ ഇറങ്ങി പോയതല്ലേ, നിനക്കൊരു വാക്ക് പറയാൻ മേലായിരുന്നോ? സുധീഷ് പറഞ്ഞു, ഇവന് പനി കൂടുതലായിരുന്നെങ്കിൽ ഇവൻ എന്നോട് വിളിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു, ഇവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷും വിട്ടുകൊടുത്തില്ല. രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ നികേഷിന് ഭയങ്കര വിഷമായി. നികേഷ് നിധിയെ വിളിച്ചു. നിധിയെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് നിധിയുടെ അടുത്ത് കാണാൻ തോന്നുന്നുണ്ട്. കാരണം നിധി മുമ്പ് പനി വന്ന സമയത്ത് നികേഷിനെ അതുപോലെയാണ് നോക്കിയത്, ഒരമ്മ കെയർ ചെയ്യുന്ന പോലെയാണ് നോക്കിയത്, എല്ലാ കാര്യങ്ങളും നോക്കിയത്. അപ്പം അതൊക്കെ നികേഷിൻ്റെ മനസ്സിലുണ്ടല്ലോ. എനിക്ക് പനിയെ നിധിയെ അടുത്ത് ഇന്നെന്നെ നോക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും നിധി പാഞ്ഞു വന്ന് വീട്ടിലേക്ക്. വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് നികേഷ് പോലും അറിയണേ. നികേഷ് കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും നിധി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടടാ പനി എന്നൊക്കെ ചോദിച്ചോണ്ട്. ഒരു സഹോദരനോട് എങ്ങനെ പെരുമാറുന്നത്, ആ ഒരു കെയറിങ്ങോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നികേഷിന് പകുതി പനി അപ്പം തന്നെ പോയി. സുഭാഷിന് സന്തോഷമായി. ഈ സമയത്താണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. സുധീഷിന് ഈ കാഴ്ച കണ്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ വീണ്ടും വന്നിരിക്കുന്നു എന്നൊരു ചിന്ത. കാരണം ഇടയ്ക്ക് അടുത്ത വീട്ടിലുള്ളവരൊക്കെ സുധീഷിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഭാര്യ പിണങ്ങി പോയല്ലേ, നിങ്ങളുടെ വീട്ടിലല്ലെങ്കിലും പെണ്ണുങ്ങൾ വാഴത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ കളിയാക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നൊരു ചിന്ത സുധീഷിനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിധി വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ സുധീഷ് ഓർത്ത് നിധി ഇങ്ങോട്ട് തിരികെ പോന്നെന്നാ. നിധി പിന്നീട് നികേഷിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിനക്കിപ്പോൾ കുഴപ്പമില്ലോ, എന്തേലും ഉണ്ട്, ഇനി ഇങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. നികേഷിന് സന്തോഷമായിരുന്നു. പിന്നീട് സുഭാഷ് ചായയൊക്കെ വെച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിധി അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കഴിക്കുന്നത്. കാരണം ഹോസ്റ്റലിലെ ഫുഡ് 2 ദിവസം കൊണ്ട് നിധി വെറുത്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് ഉണ്ടാക്കുന്ന ആഹാരത്തിന് നല്ല രുചിയായിരുന്നല്ലോ താനും. അങ്ങനെ നിധി പോകുന്ന സമയത്ത് നികേഷ് ചോദിച്ചു, നിധി അടുത്തേക്ക് ഇവിടെ നിന്നുകൂടെ, പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നേ. പക്ഷെ നികേഷിന് ഭയങ്കര സങ്കടം, ഇവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന. ഒടുവിൽ സുധീഷ് വീണ്ടും നിധിയെ കാണാൻ ചെല്ലുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, ഇങ്ങോട്ടേക്ക് വാ, ഞാനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷേ നിധി വരാനായിട്ട് കൂട്ടാക്കില്ല. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട് വിട്ട് പോയിക്കോളാം, എന്നാലും കുഴപ്പമില്ല, ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നിധി ഇങ്ങനെ ആലോചിച്ചു, വെറുതെ പറയുന്നതായിരിക്കും, എന്നാലും നിധിക്ക് അല്ലെങ്കിലും അവിടെ പോയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്റ്റലിൽ പോയി നിന്നിട്ട് അവിടെ നിൽക്കാനേ തോന്നില്ല. നികേഷിനെ കുറിച്ചും എല്ലാവരെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് നികേഷിന് പനിയും കൂടെ ആണല്ലോ. പിന്നെ നിധി ഒന്നും നോക്കിയില്ല. ഹോസ്റ്റലിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരുവാണ്. നിധി വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞപ്പം സുധീഷിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇവള് പിണങ്ങിപ്പോയതാ, ഇനി വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും വീണ്ടും കുടുംബത്തിൽ സന്തോഷം വരുവാണ്. നിധി തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അത് ഒരു വീടായെന്നാണ് നികേഷ് സുഭാഷിനോട് പറയണത്. ഇത്തരം ദിവസം ഒരു 2-3 ദിവസം ആകെപ്പാടെ ടെൻഷനായിരുന്നു നിധിയടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുടുംബത്തിലൊരു ഐശ്വര്യമൊക്കെ വന്നേന്ന് പറഞ്ഞു. ഭാസ്കരനും എല്ലാവർക്കും അതുപോലെ തന്നെയായിരുന്നു. ആർക്കും പരസ്പരം ഒരു മിണ്ടാട്ടം പോലും ഉണ്ടായിരുന്നില്ല. കണ്ണിക്കണ്ണ് നോക്കിയിട്ടുണ്ട്, അടിയായിരുന്നു അവിടെ. പണ്ടത്തെ പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം വരുമെന്നുള്ള കാര്യം നികേഷിനും സുഭാഷിനും ഒക്കെ അറിയായിരുന്നു. നിധി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കുറവായിരുന്നു താനും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.